നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കല്ലൂർ പാടം വഴിയിൽ സ്കൂട്ടർ അപകടത്തിൽ ഇലത്താള കലാകാരൻ മരിച്ചു. കീനൂർ മണികണ്ഠൻ എന്നറിയപ്പെടുന്ന കല്ലൂർ നായരങ്ങാടി സ്വദേശി തൈക്കാട്ട് വീട്ടിൽ രഞ്ജിത്താണ് മരിച്ചത്. കൂടൽമാണിക്യം ഉത്സവത്തിന് എത്തിച്ച ആന ഇടഞ്ഞോടി. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാണ് സംഭവം. കാരളം വെള്ളാനിയിൽ ബൈക്കിലെത്തിയ 3 അംഗ സംഘം ബസ് തടഞ്ഞ് ജീവനക്കാരെ മർദ്ദിക്കുകയും ബസ് തല്ലി തകർക്കുകയും ചെയ്തു. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ 6 മണിക്കൂറായി ഗതാഗത കുരുക്ക്. കിലോമീറ്ററുകളോളം വാഹനങ്ങൾ കുടുങ്ങി. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് പുതുക്കാട് സെന്ററിൽ സ്വീകരണം നൽകി. വിശദമായ വാർത്തയിലേക്ക്. കല്ലൂർ പാടം വഴിയിൽ സ്കൂട്ടർ അപകടത്തിൽ ഇലത്താള കലാകാരൻ മരിച്ചു. കീനൂർ മണികണ്ഠൻ എന്നറിയപ്പെടുന്ന കല്ലൂർ നായരങ്ങാടി സ്വദേശി തൈക്കാട്ട് വീട്ടിൽ രഞ്ജിത്താണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. ഞായറാഴ്ച രാത്രി 8:30 അപകടം. രഞ്ജിത്ത് റോഡിൽ വീണുകിടക്കുന്ന നിലയിലാണ് വഴിയാത്രക്കാർ കണ്ടത്. സമീപത്ത് സ്കൂട്ടർ മറിഞ്ഞ നിലയിലായിരുന്നു. അരമണിക്കൂറോളം റോഡിൽ കിടന്നതായി പറയുന്നു. നാട്ടുകാരും ബന്ധുക്കളും എത്തി കല്ലൂർ യുവസംഗമത്തിന്റെ ആംബുലൻസിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം അറിയാൻ കഴിയൂവെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കീനൂർ അനുഷ്ഠാന കലാക്ഷേത്രത്തിലാണ് മേളം അഭ്യസിച്ചത്. ഏഷ്യാഡ് ശശിയുടെ ശിഷ്യനായിരുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി വാദ്യകലാരംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു. തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ മേളത്തിലും ആറാട്ടുപുഴ പൂരം, പെരുവനം പൂരം, കൂടൽമാണിക്യം, തൃപ്പൂണിത്തുറ തുടങ്ങി പ്രധാന പൂരങ്ങളിലും മേളനിരയിൽ പങ്കാളിയായി. രഞ്ജിത്തിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. നീതുവാണ് ഭാര്യ. നിരഞ്ജന, നിരഞ്ജൻ എന്നിവർ മക്കളാണ്. കൂടൽമാണിക്യം ഉത്സവത്തിന് എത്തിച്ച ആന ഇടഞ്ഞോടി. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാണ് സംഭവം. ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളിപ്പിനായി മാറ്റി നിർത്തിയിരുന്ന അമ്പാടി മഹാദേവൻ എന്ന ആനയാണ് ഓടിയത്. കൊട്ടിലായ്ക്കൽ പറമ്പിൽ നിന്നും ക്ഷേത്രത്തിന് മുന്നിലൂടെ മഹാത്മാഗാന്ധി റീഡിംഗ് റൂം പരിസരം വരെ ഓടിയ ആനയെ പാപ്പാന്മാർ പിന്തുടർന്ന് പിടികൂടി തളയ്ക്കുകയായിരുന്നു. ഉത്സവ വിളക്ക് എഴുന്നള്ളിപ്പിനിടെ ഇതേ ആനയും മറ്റൊരു ആനയും കൊമ്പ് കോർത്തിരുന്നു. ഇതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. തുടർന്ന് ആനയെ എഴുന്നള്ളിക്കാൻ അനുവദിച്ചത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കടുത്ത അനാസ്ഥയാണെന്നും ആരോപണം ഉയരുന്നുണ്ട്. കാരളം വെള്ളാനിയിൽ ബൈക്കിലെത്തിയ 3 അംഗ സംഘം ബസ് തടഞ്ഞ് ജീവനക്കാരെ മർദ്ദിക്കുകയും ബസ് തല്ലി തകർക്കുകയും ചെയ്തു. ഞായറാഴ്ച രാത്രി 7 മണിയോടെയാണ് സംഭവം. കാട്ടൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന മംഗലത്ത് എന്ന ബസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ബസ് ഇടിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചാണ് ബസ് തടഞ്ഞു നിർത്തി ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ബസ് ജീവനക്കാർക്ക് പരിക്കേറ്റു. ഇവരെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിൽ ബസിന്റെ മുൻവശത്തെ ഗ്ലാസുകൾ അടിച്ചു തകർത്തു. ആക്രമണം നടത്തിയ 3 പേരെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ 6 മണിക്കൂറായി ഗതാഗത കുരുക്ക്. കിലോമീറ്ററുകളോളം വാഹനങ്ങൾ കുടുങ്ങി. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. തിങ്കളാഴ്ച പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയത് 10 മണിക്കും തുടരുന്നു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന വാണിയമ്പാറ, കല്ലിടുക്ക്, മുടിക്കോട് മേഖലകളിലാണ് കുരുക്ക്. നിർമ്മാണം നടക്കുന്ന 3 മേഖലകളിലും നിലവിൽ ഗതാഗതം സർവീസ് റോഡിലൂടെ ഒറ്റവരിയായാണ് കടത്തിവിടുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ സർവീസ് റോഡ് തകർന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. അവധി കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും കുരുക്ക് രൂക്ഷമാക്കി. 10 കിലോമീറ്റർ ചുറ്റളവിലാണ് 3 അടിപ്പാതകളുടെ നിർമ്മാണവും നടക്കുന്നത്.
രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി. തേക്കിൻകാട് മൈതാനത്തെ വിദ്യാർത്ഥി കോർണറിൽ ആരംഭിച്ച മേള റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള പിറവി ദിനത്തിൽ കേരളം രാജ്യത്തെ ആദ്യ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാകുമെന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് തുറന്നു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. നിരവധി കേരള മോഡലുകൾ ഉണ്ടാക്കാൻ പിണറായിയുടെ നേതൃത്വത്തിലുള്ള 9 വർഷക്കാലം ഈ കേരളത്തിന് സാധ്യമായി എന്ന അനുഭവത്തിന്റെ കരുത്തോടെയാണ് നാം ആ ഗവൺമെന്റിന്റെ 10ാം വർഷത്തിലേക്ക് കടക്കുന്നത്. 600 രൂപ മാത്രം കിട്ടിയിരുന്ന ക്ഷേമ പെൻഷൻ 1600 രൂപയായി വർദ്ധിപ്പിച്ച് എല്ലാ മാസവും കൃത്യമായി കേരളത്തിലെ 60 വയസ്സിന് മുകളിലുള്ള 62 ലക്ഷം മനുഷ്യരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന അത്ഭുതകരമായ മാജിക്കിന് സാക്ഷ്യം വഹിച്ച 9 വർഷക്കാലമാണ് കേരളത്തിലൂടെ നമുക്ക് കടന്നുപോകാൻ കഴിഞ്ഞതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. MLA-മാരായ AC മൊയ്തീൻ, ET ടൈസൺ, NK അക്ബർ, സേവിയർ ചിറ്റിലപ്പിള്ളി, KK രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് അണിനിരന്നത്. നായ്ക്കനാലിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര സ്വരാജ് റൗണ്ട് ചുറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു. കലാ സാംസ്കാരിക പരിപാടികൾ, സെമിനാറുകൾ എന്നിവയും മേളയുടെ ഭാഗമായി അരങ്ങേറും. 7 ദിവസം നീണ്ടുനിൽക്കുന്ന മേള ഈ മാസം 24-ന് സമാപിക്കും. പ്രവേശനം സൗജന്യമാണ്. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് പുതുക്കാട് സെന്ററിൽ സ്വീകരണം നൽകി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV കല്യാണിയുടെ അധ്യക്ഷതയിൽ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടൻകണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, ജില്ലാ സെക്രട്ടറിമാരായ റജി ജോർജ്, ജോളി ചുക്കിരി, ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ, സെബി കൊടിയൻ, KM ബാബുരാജ്, സുധൻ കാരയിൽ, TS രാജു, രതി ബാബു, PP ചന്ദ്രൻ, ഷൈനി ജോജു എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 35 രൂപ കൂടി ഗ്രാമിന് 8755 രൂപ, പവന് 70,040 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കല്ലൂർപാടം വഴിയിൽ സ്കൂട്ടർ അപകടത്തിൽ ഇലത്താള കലാകാരൻ മരിച്ചു. കീനൂർ മണികണ്ഠൻ എന്നറിയപ്പെടുന്ന കല്ലൂർ നായരങ്ങാടി സ്വദേശി തൈക്കാട്ട് വീട്ടിൽ രഞ്ജിത്താണ് മരിച്ചത്. കൂടൽമാണിക്യം ഉത്സവത്തിന് എത്തിച്ച ആന ഇടഞ്ഞോടി. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാണ് സംഭവം. കാരളം വെള്ളാനിയിൽ ബൈക്കിലെത്തിയ 3-അംഗ സംഘം ബസ് തടഞ്ഞ് ജീവനക്കാരെ മർദ്ദിക്കുകയും ബസ് തല്ലി തകർക്കുകയും ചെയ്തു. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ 6 മണിക്കൂറായി ഗതാഗത കുരുക്ക്. കിലോമീറ്ററുകളോളം വാഹനങ്ങൾ കുടുങ്ങി. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് പുതുക്കാട് സെന്ററിൽ സ്വീകരണം നൽകി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു.
തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.